മാറുന്ന വികസന കേരളത്തിന്റെ അടയാളമാവുകയാണ് ദേശീയപാത 66. ഒരു കാലത്ത് മലബാറിലേക്കുള്ള കവാടമായിരുന്ന കുറ്റിപ്പുറം പാലത്തിന്റെ പ്രസക്തി മാറിയ കാലത്തും നഷ്ടമായിട്ടില്ല. പഴയ പാലത്തിനപ്പുറം 2 പാലങ്ങളിലായിട്ടാണ് 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയും അതിനു മുകളിലൂടെ നിർമ്മിച്ച കുറ്റിപ്പുറം പാലവും സാംസ്കാരിക കേരളത്തിന് ഗൃഹാതുരത്വം നിറഞ്ഞ ഒന്നുകൂടിയാണ്. കാലത്തിന് അനുയോജ്യമായ വികസനത്തിന് ഒപ്പം നിൽക്കേണ്ടത് മാറ്റത്തിന്റെ അനിവാര്യതയാണ്. കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി NH66 വികസനങ്ങൾക്കൊപ്പം പുതിയ പാലം വന്നു. ഏതാനും ദിവസങ്ങൾക്കകം അത് ഗതാഗത യോഗ്യവുമാകും. പക്ഷെ അപ്പോഴും കുറ്റിപ്പുറം പാലം എന്ന ഗൃഹാതുരത അത് മലയാളിയുടെ, പ്രത്യേകിച്ച് മലബാറിന്റെ വികസനത്തിലും വളർച്ചയിലും നൽകിയ പങ്ക് നിസ്തുലമായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 23ഓളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാൻ ഏറി നിൽപ്പാണ്. അടിയിലെ ശോഷിച്ച പേരാർ നോക്കി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത ഒരു കാലഘട്ടത്തെ മാത്രമല്ല അടയാളപ്പെടുത്തിയത്, മാറിവരുന്ന കാലാന്തരങ്ങളെ കൂടിയായിരുന്നു. 1953 കൊച്ചി തിരുവിതാംകൂർ മേഖലകളെ മലബാറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുറ്റിപ്പുറം പാലം മദ്രാസ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. അതിന്റെ ചരിത്രം ആലങ്കോട് ലീലാകൃഷ്ണൻ ഇങ്ങനെ വിവരിക്കുന്നു. കുറ്റിപ്പുറം പാലം ഒരു വലിയ നാഗരിക വികാസത്തിന്റെ പ്രതീകമാണ്. 52-53 കാലത്താണ് കോഴിപ്പുറത്ത് മാധവമേനോൻ മദ്രാസ് സംസ്ഥാനത്തിൽ മലബാർ മന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിലാണ്. മലബാറിനൊരു മന്ത്രിയുണ്ട്. കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു മലബാർ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ആനക്കര വടക്കത്താണ്. അക്കാലത്ത് കോഴിപ്പുറത്ത് മാധവമേനോൻ മുൻകൈയെടുത്ത് ഈ പാലം ഉണ്ടാക്കിയപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് സംബന്ധപ്പാലമാണെന്നാണ്. കോഴിക്കോട്ട് നിന്ന് ആനക്കരയ്ക്ക് സംബന്ധത്തിന് പോകാൻ മേനോൻ ഉണ്ടാക്കിയ പാലമാണെന്ന് ആക്ഷേപിച്ച ആളുകളുണ്ട്. കുറ്റിപ്പുറം പാലം എന്ന പേരിൽ ഇടശ്ശേരി എഴുതിയ കവിത കാലാതിവർത്തിയാകുന്നത് കാവ്യഭംഗി കൊണ്ട് മാത്രമല്ല, ആശയസമ്പുഷ്ടത കൊണ്ടും കവിയുടെ ദീർഘവീക്ഷണം കൊണ്ടുമാണ്. മല്ലൂർ കയം ഇനി ചൊല്ലു മാത്രം. അന്നവിടെ മല്ലൂർ കയം എന്നൊരു വലിയ കയം ഉണ്ടായിരുന്നു. ആ കയം ഒരു ചൊല്ലായി മാറും. സത്യത്തിൽ ഇപ്പോൾ മല്ലൂർ കയം ഒരു ചൊല്ലു മാത്രമാണ്. മല്ലൂര തേവർ, മല്ലൂര ക്ഷേത്രം, ആ തേവർ തെരുവ് ദൈവമായി മാറും. വാസ്തവത്തിൽ ഇപ്പോൾ അങ്ങനെയായി. ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കുന്ന അന്തിമഹാകാളൻ കുന്ന, പാലത്തിന് നേരെ എതിർവശത്തുള്ള കുന്ന് ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. അന്ന് JCB കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. JCBയെ കുറിച്ചുള്ള ആലോചന പോലും ശാസ്ത്രത്തിൻ്റെയോ ടെക്നോളജിയുടെയോ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ജൃംഭിതനായ തല ഉയർത്തി നിൽക്കുന്ന ഒരു യന്ത്രക്കിടാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. പമ്പരം പോലെ കുന്നിനെ എടുത്ത് കൊണ്ടുപോകും. ഇപ്പോഴും ആ കുന്നിനെ മാന്തി പൂർത്തിയായിട്ടില്ല. 6 വരി പാതയായി വളർന്ന പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഇനി ഭാരതപ്പുഴയെ കാണാനാകണമെന്നില്ല. പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് നിർമ്മാണമെങ്കിലും ക്രമേണ എല്ലാ ചരിത്രവും മറവിയുടെ മണൽപ്പരപ്പിലേക്ക് ആണ്ടുപോയേക്കാം. നാടിന്റെ അടയാളങ്ങളായിരുന്ന കാഴ്ചകളെ മായ്ച്ചു കളഞ്ഞ് വികസനം ഒരു യാകാശവും പോലെ കടന്നു വരികയാണ്. അനിവാര്യമായ ഈ വികസനത്തെ എതിരേൽക്കുക തന്നെ വേണം. പക്ഷേ പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും പ്രസക്തമാകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പണ്ടെഴുതിയ ആ വരികളാണ്. അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമോ രഴുക്കുചാലായി. മാറ്റങ്ങൾക്കൊപ്പം പ്രകൃതിയെ കൂടി ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.